അപ്പോൾ നമ്മുടെ പുതിയ SCRT സീരീസ് വായിക്കുന്ന സീരീസിൽ നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഈ ചാപ്റ്റർ നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പകുതി നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിത് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലെ SCRT എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതുവരെ വായിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെയായിരുന്നു നോക്കിയത് അധികാരം വേർതിരിക്കൽ എന്നവരെയായിരുന്നു നോക്കിയത്. ഇതിലൊരു കോട്ട് ഉണ്ടായിരുന്നു, ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതുകൂടിയാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലുകളും ഉണ്ടാകും. നമ്മുടെ BR അംബേദ്കറിന്റെ ഈ കോട്ട് ഓർത്തുവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. അധികാരം വേർതിരിക്കൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഏതെന്ന് പറയുന്നത്. 1 ലെജിസ്ലേച്ചർ, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഓർത്തു വെച്ചോളൂ. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളിയിട്ട് ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള കാരണമാണ് പറയുന്നത്. എന്തുകൊണ്ടൊക്കെയാ? അതായത് നമ്മുടെ നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തെ പിന്തള്ളിയിട്ട് എന്ത് ചെയ്യും? ഏകാധിപത്യം കടന്നു വരും. ഇത് കാരണമാണ് എന്ത് ചെയ്തത്? പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നത്. ഇനി ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ അല്ലെ. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്താ? പാർലമെന്റ് അല്ലെ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ചോദിച്ചാൽ ഏതാ? പാർലമെന്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക കർമ്മം എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ പ്രാഥമിക കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർലമെന്റ് എന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ് ചോദിക്കാം. ഏതാ? ഫ്രഞ്ച് ഭാഷയിൽ. എന്തോ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. പാർലമെന്റ് എന്ന പദം ഉടലെടുത്ത ഭാഷ ചോദിച്ചാൽ ഏതാ? ഫ്രഞ്ച് ഭാഷയാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാ? ബ്രിട്ടീഷ് പാർലമെന്റ് കേട്ടോ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളെ സാധ്യമാക്കാനും വേണ്ടിയിട്ട് പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നതാണ് ഏത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ദ്വിമണ്ഡല സഭ അല്ലെ. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ഏതൊക്കെയാ? രാജ്യസഭയും ലോക്സഭയും
പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന കാര്യം ഓർത്തു നോക്കണേ. രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇത് ഇന്ത്യൻ പാർലമെന്റ്. അപ്പോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ദ്വിമണ്ഡല സഭയാണ്. ഈ രാജ്യസഭയും ലോക്സഭയും അതുപോലെ പ്രസിഡന്റും ചേർന്നതാണ് ഇത് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി നിയമനിർമ്മാണ സഭകളുടെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓർത്തു വെച്ചോ, നിയമനിർമ്മാണ സഭയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താ? 1 നിയമനിർമ്മാണമാണ്. 2 പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക. 3 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. അതുപോലെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോ. ഏതോ ഒരു എക്സാമിൽ വന്ന സമയത്ത് അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്നതിൽ പാർലമെന്റിന്റെ പ്രധാന ചുമതലകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് തന്നിട്ട് ചോദിക്കാം നമുക്ക്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക. ആ ഒരു വേർഡാണ് അന്ന് പലർക്കും കൺഫ്യൂഷൻ ആയത്. ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അതെന്താണ്, ശരിയാട്ടോ. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ആരുടെ ചുമതലയാ? പാർലമെന്റിന്റെ ചുമതലയാണ്. അപ്പോൾ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട 6 ചുമതലകൾ പഠിച്ചു വെക്കുക. 1 നിയമനിർമ്മാണം, 2 പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക, 3 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, 4 എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, 5 ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, 6 ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഈ 6 എണ്ണമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. ആരുടേത്? പാർലമെന്റിന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ പരിചയപ്പെട്ടല്ലോ. പാർലമെന്റിന്റെ 2 സഭകളായിട്ടുള്ള ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? നമ്മുടെ ലോക്സഭയും രാജ്യസഭയും അതുപോലെ പ്രസിഡന്റും ചേർന്നതാണ് ഏത് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അതിൽ ദ്വിമണ്ഡല സഭയാന്ന് പറഞ്ഞു. ആ 2 സഭകൾ ഒന്ന് ഏതാ? ഒന്ന് രാജ്യസഭ, ഒന്ന് ലോക്സഭ, അല്ലെ? അപ്പൊ നമുക്ക് ലോക്സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ. ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ്. പാർലമെന്റിന്റെ അധോ മണ്ഡല സഭയാണ് ഏത്? ലോക്സഭ എന്ന് പറയുന്നത്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് ചെയ്യാം? ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ലോക്സഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ? 25 വയസ്സാണ്. എത്രയാ? 25 വയസ്സാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 25 വയസ്സാണ്. ഇനി ലോക്സഭയുടെ കാലാവധി എത്രയാ? 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550. ലോക്സഭയുടെ പരമാവധി അംഗബലം എത്രയാ? 550 ആണ്. എന്നാൽ നിലവില് 543 അംഗങ്ങളാണ് എന്തുള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ളത്. അതായത് 2023 ഇലക്ഷൻ പ്രകാരം എത്ര പേരുണ്ട്? 543 അംഗങ്ങളാണുള്ളത്. ഇനി ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോക്സഭയുടെ അധ്യക്ഷനാ ചോദിച്ചാൽ ആരാ? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ എന്തുണ്ട്? കൂടുതൽ അധികാരമുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ ഇത് വായിച്ച മൊത്തം എല്ലാ പോയിന്റും കറക്റ്റ് ഓർത്ത് വെക്കണം. എല്ലാ എക്സാമുകളിലും ചോദിക്കും. തന്നിരിക്കുന്നത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ട് ശരിയാകാത്തത് അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയൊക്കെ ചോദിക്കാം. ഓർത്തു വെച്ച് നോക്കുക. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭയാണ് ഏതെന്ന് പറയുന്നത്? ലോക്സഭ എന്ന് പറയുന്നത്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാ? ലോക്സഭയാണ്. അതുപോലെ ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ലോക്സഭ കേട്ടോ. ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ലോക്സഭയാണ്. ജനങ്ങള് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങള് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, അല്ലെ? അതുപോലെ ലോക്സഭയിലെ അംഗസംഖ്യ, നിലവിലെ അംഗസംഖ്യ എത്രയാ? 543. ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ ചോദിച്ചാൽ എത്രയാ? 543 ആണ്. ലോക്സഭയുടെ കാലാവധി എത്രയാ? 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി എത്രയാ? 5 വർഷമാണ്. ലോക്സഭ അംഗങ്ങളുടെ കാലാവധിയാ ചോദിക്കുന്നതെങ്കിൽ എത്രയാ? ലോക്സഭാ അംഗങ്ങളുടെ കാലാവധിയും എത്ര തന്നെയാ? 5 വർഷം കേട്ടോ. ലോക്സഭാ അംഗങ്ങളുടെ കാലാവധിയും ലോക്സഭയുടെയും കാലാവധി എത്രയാ? 5 വർഷമാണ്. അതുപോലെ ഒരു മണി ബില്ലൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നത് എവിടെയാ?
ലോക്സഭയിലാണ്, ലോക്സഭയിലാണ്. ധനപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ലോക്സഭക്കാണ് എന്തുള്ളത്, രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുള്ളത്. ധനബില്ല്, അവിശ്വാസ പ്രമേയമൊക്കെ എവിടെ അവതരിപ്പിക്കുന്നത്, ലോക്സഭയിലാണ് അല്ലെ. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് അല്ലെ. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പൊക്കെ സാധ്യമാകുന്നത്. ഓർത്തു വെക്കും. വേറെ കാര്യം കൂടിയുണ്ട്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകൃതമായതെന്ന് ചോദിക്കാം. എത്രയാ, ആർട്ടിക്കിൾ 81 പ്രകാരമാണ്. ആർട്ടിക്കിൾ 81 പ്രകാരമാണ് ലോക്സഭ രൂപീകൃതമായത്. വർഷം ഓർത്തു വെച്ചോ, 1952 ഏപ്രിൽ 17. ലോക്സഭ രൂപീകൃതമായ വർഷം ഏതാ, 1952 ഏപ്രിൽ 17 ലോക്സഭ രൂപീകൃതമാകുന്നത്. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഓർത്തു വെക്കാം, 1952 മെയ് 13 കേട്ടോ. 1952 മെയ് 13. അപ്പൊ എന്തൊക്കെ പഠിച്ചു ഇപ്പൊ നമ്മള്, ഭരണഘടനയുടെ 81 ആർട്ടിക്കിൾ 81 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ലോക്സഭ രൂപീകൃതമായത്. ലോക്സഭ രൂപീകൃതമായത് വർഷം ചോദിച്ചാൽ ഏതാ, ഏപ്രിൽ 17. ഏപ്രിൽ 17 1952 ഏപ്രിൽ 17. ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ ഏതാ, 1952 മെയ് 13. മെയ് 13. ലോക്സഭാ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാ, 25 വയസ്സാട്ടോ. 25 വയസ്സാണ്. ഒരു കാര്യം കൂടി, ഒരു ധനകാര്യ ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ട് രാജ്യസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം അറിയോ, പ്രസ്തുത ബില്ല് രാജ്യസഭയിലേക്ക് തിരിച്ചയക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, രാജ്യസഭയുടെ അംഗീകാരം ഇല്ലാതെ തന്നെ ബില്ല് പാസ്സാക്കുന്നതായിട്ട് കണക്കാക്കട്ടോ. അതും കൂടി ഈ ഒരു കാര്യത്തിൽ ഓർത്തു വെക്കുക. കാരണം നമ്മൾ എന്ത് പറഞ്ഞു, മണി ബില്ല് അതേപോലെ അവിശ്വാസ പ്രമേയമൊക്കെ എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇനി രാജ്യസഭ കേട്ടോ. എന്താ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഇത്, രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഇത്, രാജ്യസഭ. ഓർത്തു നോക്കോ, ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ ചോദിച്ചാൽ ഏതാ, രാജ്യസഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ എന്താണ്, രാജ്യസഭക്ക് കാലാവധിയില്ല, എന്നാൽ രാജ്യസഭ അംഗങ്ങൾക്ക് എന്തുണ്ട്, കാലാവധിയുണ്ട്. എത്ര വർഷം, 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാ, രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ രാജ്യസഭയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു നമ്മൾ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഏതെന്ന് പറയുന്നത്, പിന്നെ രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഏത്, രാജ്യസഭ. ജനസംഖ്യ ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഏത്, രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരല്ല, ജനങ്ങളല്ല, ജനങ്ങൾ നേരിട്ടല്ല. എങ്ങനെയാ, നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരില്ലേ, ആ MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ആർക്കൊക്കെ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ കഴിയും, 30 വയസ്സ് കേട്ടോ. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ, 30 വയസ്സ് പൂർത്തിയായ
ഇന്ത്യൻ പൗരർക്കാണ് രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, മത്സരിക്കാൻ കഴിയുന്നത്. രാജ്യസഭക്ക് കാലാവധിയുണ്ടോ? രാജ്യസഭക്ക് കാലാവധിയില്ല. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്. എത്ര വർഷം? 6 വർഷമാട്ടോ. 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷം കൂടുന്തോറും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ പരമാവധി അംഗബലം ചോദിച്ചാൽ എത്രയാ? 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാ? രാജ്യസഭയിലാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാന്ന് വെച്ചാൽ രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പോ രാജ്യസഭ രൂപീകൃതമാകുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിക്കാം. എത്രയാ? 80 ആർട്ടിക്കിൾ 80 പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ എത്രയാ? ആർട്ടിക്കിൾ 80 പ്രകാരമാണ്. ഇനി വർഷമാണ് ചോദിക്കുന്നെങ്കിലോ 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3 ഏത് നിലവിൽ വന്നത്? രാജ്യസഭ നിലവിൽ വന്നത്. ഏത് ആർട്ടിക്കിൾ? 80 ആർട്ടിക്കിൾ പ്രകാരം, ഭരണഘടനയിലെ 80 ആർട്ടിക്കിൾ പ്രകാരമാണ് രാജ്യസഭ നിലവിൽ വരുന്നത്. 1952 ഏപ്രിൽ 3 എന്നാൽ രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടത്തുന്ന വർഷം ചോദിക്കാം. സെയിം ആണ്. ലോക്സഭയുടെ അതേ ദിവസം തന്നെയാണ് 1952 മെയ് 13 കേട്ടോ. 1952 മെയ് 13 അല്ലെ. ഇനി രാജ്യസഭയുടെ കാലാവധി എത്രയാ? രാജ്യസഭക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി ആണെങ്കിലോ രാജ്യസഭാ അംഗത്തിന് 6 വർഷത്തെ കാലാവധി ഉണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 9 കേട്ടോ. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ലോക്സഭാ സീറ്റ് നമുക്കറിയായിരിക്കും. എത്രയാ? 20 ലോക്സഭാ സീറ്റാണ് എവിടെയുള്ളത്? നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. ഇനി നമ്മൾ ഏകദേശം പറഞ്ഞു അല്ലേ, ലോക്സഭ രാജ്യസഭ എന്നുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നമ്മൾ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തന്നെ പ്രത്യേകം പഠിച്ചത് എന്താ? നിയമനിർമ്മാണമായിരുന്നു അല്ലെ. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടതുമായിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ പ്രസ്താവനയിൽ ചോദിക്കാം. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് എന്ന് പറഞ്ഞ എന്താ? ശരിയാട്ടോ. പ്രസ്താവന ചിലപ്പോൾ തന്നേക്കാം, ഓർത്തു വെച്ചോ. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് ഏത്? നിയമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഭരണ പാർട്ടികളുടെ ഭരണ പ്രക്രിയയുടെ കൂടുതൽ സുഗമമാക്കാനും വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിക്കൊണ്ട് ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. എങ്ങനെ? ഒന്നുകൂടി വായിച്ചുതരാം. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞാൽ, നിയമം നമ്മൾ പാർലമെന്റിൽ ഉണ്ടാക്കിയിട്ട് അതിന് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യും? നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിൽ അത് ഗവൺമെന്റ് ബില്ല് എന്നറിയപ്പെടുന്നു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. മന്ത്രിമാരാണ് ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ഏത് ബില്ല? ഗവൺമെന്റ് ബില്ല് എന്നറിയപ്പെടും.
മന്ത്രിയില്ലാത്ത പാർലമെന്റ് അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് സ്വകാര്യ ബില്ലെന്നറിയപ്പെടും. മന്ത്രിയല്ലാത്ത ഒരു പാർലമെന്റ് അംഗമാണ് ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതെന്ത് പേരിൽ അറിയപ്പെടും? ഒരു സ്വകാര്യ ബില്ലെന്നറിയപ്പെടും. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണെങ്കിൽ അത് ധനബില്ലുകൾ എന്നറിയപ്പെടുന്നു. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ധന ഇതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധന ഇതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പോൾ ബില്ലുകൾ എന്തുണ്ട്? വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിൽ അത് ഗവൺമെന്റ് ബില്ലെന്ന് പറയും. മന്ത്രിയല്ലാത്ത ഒരു നോർമൽ MP ആണ്, ഒരു പാർലമെന്റ് അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് സ്വകാര്യ ബില്ലെന്ന് അറിയപ്പെടും. ഇനി ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ചെലവഴിക്കലൊക്കെ സംബന്ധിച്ച ബില്ലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ധനബില്ലുകൾ എന്നറിയപ്പെടും. ഈ ധനബില്ല് ലോക്സഭയിലാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ഇത് ധന ഇതര ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധന ഇതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഇനി ഒരു ബില്ല് എങ്ങനെയാണ് നിയമമാകുന്നത്? അതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തു നോക്കുക. ഒരു ബില്ല് നിയമമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. ഒന്ന്, ഒന്നാം വായന. ആദ്യമായിട്ട് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ആ ബന്ധം ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കും. ധനബില്ലാണെങ്കിൽ മാത്രമേ എവിടെ അവതരിപ്പിക്കേണ്ടതുള്ളൂ? നമ്മുടെ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ബാക്കി ഏത് ബില്ല് എവിടെയും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാം വായന. ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ മന്ത്രിക്ക് മാത്രമേ ബില്ല് അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞാൽ തെറ്റാട്ടോ. ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് മന്ത്രിക്ക് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ തെറ്റാട്ടോ. അപ്പോൾ ധനബില്ലല്ലാത്ത ഏത് ബില്ലും എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ലോക്സഭയിലും അവതരിപ്പിക്കാൻ പറ്റും, രാജ്യസഭയിലും അവതരിപ്പിക്കാം. ധനബില്ലാണെങ്കിൽ അത് ലോക്സഭയിലെ ആദ്യം അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇനി മന്ത്രിക്ക് മാത്രമാണോ ബില്ല് അവതരിപ്പിക്കാൻ കഴിയുക? അല്ല, ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ബില്ല് അവതരിപ്പിക്കാൻ കഴിയും. അതാണ് പറഞ്ഞത്. അതാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിലും ഇരുസഭകളുടെ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അതാണ് ഒന്നാം വായന. ഇനി രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്ന വായന ഏതാന്ന് ചോദിക്കാം. രണ്ടാം വായനയാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയും. ഏത് ഘട്ടത്തിൽ? രണ്ടാം വായന ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാം വായന എന്താ പറഞ്ഞത്? ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ബില്ല് അവതരിപ്പിക്കാൻ കഴിയും. ഏതൊഴികെ? ധനബില്ലൊഴികെ. ധനബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാവൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ. ഇനി രണ്ടാം വായന. ഈ ഘട്ടത്തിലാണ് ബില്ല് എന്ത് ചെയ്യുന്നത്? കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നത്. സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എവിടെയാ? രണ്ടാം ഘട്ട വായനയിലാണ്. ഇതിനെ നമ്മൾ എന്ത് ഘട്ടം എന്ന് കൂടി പറയുന്നുണ്ട്? കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭേദഗതികൾ ഉണ്ടെങ്കിൽ ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഘട്ടമാണ് ഇത് രണ്ടാമത്തെ വായന എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വായന എന്ന് പറയുന്നത് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന വായനയാണ് ഇത് മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ മൂന്നാം വായന എന്ന് പറയുന്നത്. അപ്പം ബില്ല് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന ഘട്ടം ചോദിച്ചാൽ ഏതാ? അത് മൂന്നാം ഘട്ടമാണ് അല്ലെങ്കിൽ മൂന്നാം വായനയാണ്. ഇനി ബില്ല് അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടെ ബില്ല് നിയമമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിച്ചെങ്കിൽ ഈ 3 ഘട്ടം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അടുത്ത സഭയിലേക്കും അതായത് രാജ്യസഭയിലേക്കും ആ രാജ്യസഭയിൽ ഇതുപോലെ തന്നെ 3 ഘട്ടം കഴിയും. ആ 3 ഘട്ടം കഴിഞ്ഞ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എവിടെ വെക്കും? രാഷ്ട്രപതിയുടെ മുമ്പിൽ വെക്കും. രാഷ്ട്രപതി അതിൽ സൈൻ ചെയ്ത് കഴിയുന്നതോടെ അല്ലെങ്കിൽ രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? അതൊരു നിയമമായിട്ട് മാറുന്നത്. അതുവരെ എന്ത് പേരിൽ അറിയപ്പെടും? ബില്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ എന്ത് അറിയപ്പെടും? അത് നിയമമായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
തിരുത്തലോ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലോ അങ്ങനെ വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. അതിനെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശമാണ്. 101 ഭേദഗതിക്ക് പ്രകാരം ചരക്ക് സേവന നികുതി നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നാണ്. ഓർത്തു വെക്കുക, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടുന്നാന്ന് ചോദിക്കാം. എവിടുന്ന? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാട്ടെ. എവിടുന്ന? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ആശയം തന്നെ കടം കൊണ്ടത്. ആദ്യമായിട്ട് ഭേദഗതി നടന്ന വർഷം എന്ന് പറയുന്നത് 1951 കേട്ടോ. 1951 ആദ്യമായിട്ട് ഭേദഗതി നടക്കുന്നത്. ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ചോദിക്കാം ജവഹർലാൽ നെഹ്റു ആണ്, പ്രസിഡന്റ് ചോദിക്കാം ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ മാത്രം നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 368 എന്താന്ന് ചോദിച്ചാൽ എന്താ? ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്. ആർട്ടിക്കിൾ 368. ഇനി ഭാഗമാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ? 20 കേട്ടോ. ഭാഗം 20 ഏതുള്ളത്? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഇനി ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമൊന്നുമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ആർക്കാ? ജുഡീഷ്യറിക്ക്, അതായത് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭയിലാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആര് വിലയിരുത്തും? ഹൈക്കോടതി വിലയിരുത്തും. പാർലമെന്റിലാണെങ്കിൽ ആര് വിലയിരുത്തും? സുപ്രീം കോടതിയും വിലയിരുത്തും. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണിത്. ആർട്ടിക്കിൾ 368. ഭാഗമാണെങ്കിൽ ഭാഗം 20. ഇനി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭരണഘടനാ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. അതായത് 3 രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി രീതികൾ നമുക്കുണ്ട്. 1 അയവുള്ള ഭരണഘടനാ ഭേദഗതി, 2 ദൃഢമായ ഭേദഗതി, 3 അതിദൃഢമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. ഒന്നാമത്തത് അയവുള്ള ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തോടുകൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയ അയവുള്ള ഭേദഗതിക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷം, അതാണ് ഓർത്തു വെക്കേണ്ടത്, കേവല ഭൂരിപക്ഷത്തോടുകൂടി അമെൻഡ് ചെയ്യുന്നതിനെയാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ? കേവല ഭൂരിപക്ഷത്തോടുകൂടി അമെൻഡ് ചെയ്യുന്നതിനെയാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഏതൊക്കെ? സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. ഇനി രണ്ടാമത്തത് ദൃഢമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, നിങ്ങൾ വരുന്ന എക്സാമുകളിലൊക്കെ കാണാൻ കഴിയും. ഉറപ്പായിട്ടും ഇതിന്റെ എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കണേ നിങ്ങൾ. ദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം, അതാണ് ദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത്. 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമായിട്ട് വരുന്ന ഭേദഗതിയാണ് ഇത് ദൃഢമായിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഏതൊക്കെ? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിദൃഢമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി അതെന്താ? ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം,
പ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പോൾ അതിദൃഢമായതെന്ന് പറയുന്നത് എന്താ? ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തും വേണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. അപ്പോൾ അതിദൃഢമായ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് ചെയ്യണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ ഏത് ഭേദഗതി നടക്കത്തുള്ളൂ? അതിദൃഢമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി നടക്കത്തുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ഏത്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അതുപോലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. ഇനി കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് കേട്ടോ. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ചോദിച്ചാൽ ഏതാ? കാര്യനിർവഹണ വിഭാഗമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായിട്ടുള്ള മന്ത്രിസഭ ഉൾപ്പെടുന്നതാണ് ഇത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് എങ്ങനെയാ? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇനി കാര്യനിർവഹണം അവരൊരു ചെറിയൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരൊക്കെയാന്ന് വെച്ചാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരാണ്. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ആരാ? ഉദ്യോഗസ്ഥർ ഉണ്ട് അല്ലെ? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് ഒക്കെ ചേർന്നതാണ് ഇത് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും. ഈ നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. യഥാർത്ഥ എക്സിക്യൂട്ടീവിൽ ആയിരിക്കുക? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ചേർന്നതാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും. ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നവരാണ് ആരൊക്കെ? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാ? ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ? അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ നാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ആണ് ആര്? രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ചോദിച്ചാൽ ആരാ? പ്രധാനമന്ത്രി, മന്ത്രിസഭയുമാണ്. ഇനി രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെന്ന് തന്നിട്ട് രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണെന്നുള്ള കാര്യം പഠിച്ചു വെക്കണേ. രാഷ്ട്രപതിക്ക് എന്തുണ്ട്? വിവേചന അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ? ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇനി രാഷ്ട്രപതി, ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ചോദിച്ചാൽ ആരാ? രാഷ്ട്രപതിയാണ്. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാൽ എത്രയാ? 35 വയസ്സാണ്. 35 വയസ്സാണ് ഇത് രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് പഠിച്ചു വെച്ചോ. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ്. അപ്പൊ നോമിനേറ്റഡ് മെമ്പേഴ്സ് വരില്ല. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നതാണ് ഇത് നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാട്ടോ. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക,
അതുപോലെ പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാ? ഉപരാഷ്ട്രപതിക്കാണ്. പിന്നെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. എന്തായാലും ഒന്നുകൂടി പറയാം. എന്തൊക്കെയാ പറഞ്ഞത്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെ നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതി ആർക്കാ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ് എന്ത് ചെയ്യുന്നത്? രാജിക്കത്ത് സമർപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഇനി രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ ചിലപ്പോൾ ചോദിക്കാം. ഏതാ? ആർട്ടിക്കിൾ 52 കേട്ടോ. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 52 ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി പ്രധാനമന്ത്രി, രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. രാജ്യത്തെ ഭരണത്തലവനായിട്ടുള്ള പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമാകുകയാണെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്താ? രാജ്യത്തിന്റെ ഭരണത്തലവനാണ് ആരെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആർക്കാ പ്രധാനമന്ത്രി ആകാൻ കഴിയുന്നത്? ലോക്സഭയിൽ ആർക്കാണോ ഭൂരിപക്ഷമുള്ളത് അവരുടെ പാർട്ടി നേതാവിനാണ്. ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റാട്ടോ. അങ്ങനെയുള്ളൊരു പ്രസ്താവന തന്നാൽ തെറ്റാണ്. രാജ്യസഭയിലെ അംഗത്തിനും എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രിയാകാൻ പറ്റും. നമ്മുടെ മരിച്ചുപോയ മൻമോഹൻ സിംഗ് ഇതുവരെ എന്തായിട്ടില്ല? ലോക്സഭയിൽ അംഗമേ ആയിട്ടില്ല. അദ്ദേഹം രാജ്യസഭ അംഗമായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വന്ന തെറ്റാണ്. പക്ഷെ ആരായിരിക്കണം? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവായിരിക്കണം ആര്? രാഷ്ട്രപതി എന്നേ ഉള്ളൂ. അല്ലാതെ ലോക്സഭ അംഗമായിരിക്കണം പ്രധാനമന്ത്രി എന്ന് ഒരു പ്രസ്താവന തന്നാൽ തെറ്റായിരിക്കും കേട്ടോ. അവരാരാണ്? പ്രധാനമന്ത്രി ആരാണ്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുന്നത് മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത് ആര് തന്നെയാ? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും അതുപോലെ ഒഴിവാക്കാനുമുള്ള അധികാരം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി 5 വർഷ കാലാവധിയാന്ന് നമ്മൾ പറഞ്ഞു. ഈ 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭ ഭൂരിപക്ഷം നഷ്ടമാകുകയാണെങ്കിൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു നോക്കുക. പ്രധാനമന്ത്രി ആർക്കാ രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ശരിയെന്നും തെറ്റായത് തെറ്റെന്നും രേഖപ്പെടുത്തുക. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഞാൻ തോന്നുന്നുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആണോ? തെറ്റ്. ആരാ? രാഷ്ട്രപതിയാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാ? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. ഉണ്ടോ? ശരിയാണ്. രാഷ്ട്രപതിക്ക് എന്തുണ്ട്? വിവേചന അധികാരമുണ്ട്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആണോ? ശരിയാണ്. പിന്നെ മന്ത്രിസഭയുടെ തലവൻ ആരാ? പ്രധാനമന്ത്രിയാണ്. കാവൽ മന്ത്രിസഭയുടെ തലവൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? കാവൽ മന്ത്രിസഭയുടെ തലവൻ ചോദിച്ചാൽ ആരാ? പ്രധാനമന്ത്രിയാണ്. അതേപോലെ തന്നെ തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരാ? പ്രധാനമന്ത്രി കേട്ടോ. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. ഇനി മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി, അത് നമ്മൾ പറഞ്ഞു ശരിയാണ്. ഇനി പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. തെറ്റാണ്. ആരാ? രാഷ്ട്രപതിയാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കല്ല. ആർക്കാ? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. തെറ്റാണ്. ആരാ?
രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഇനി മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെയാണ് ഇത് മന്ത്രിസഭയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം: രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റാനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിൽ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാണ്. ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ ഉദ്യോഗസ്ഥരാൻ ശ്രമിക്കുന്ന ആളുകളില്ലേ, അപ്പൊ നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പഠിച്ചു വെച്ചോ. സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാ? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് കാലാവധി വരെ ഇവർക്ക് കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നു. ഇനി നീതിന്യായ വിഭാഗം. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയ്ക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഇത് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കാം, ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നത് ഏതാ? നീതിന്യായ വിഭാഗമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. ഇനി ഇവിടെ ചെറിയൊരു കോട്ടുണ്ട്, നോക്കൂ അമ്മേ. അതായത് ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയാണ്, അതിന്റെ താഴെ സംസ്ഥാനങ്ങളിൽ ഏതുണ്ടാവും? ഹൈക്കോടതികൾ ഉണ്ടാവും. പിന്നെ ഓരോ ജില്ലകളിലും ജില്ലാ കോടതിക്ക് കീഴിലെ താഴെ എന്തുണ്ടാവും? കീഴ്ക്കോടതികൾ ഉണ്ടാവും അല്ലേ. ഇനി നോക്കൂ അമ്മേ, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥകൾ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരും തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രസ്താവന ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. മുകളിലേക്ക് പോകുന്തോറും എന്താ? കോടതികളുടെ എണ്ണം കുറഞ്ഞു വരും അല്ലേ. പക്ഷെ എന്താ? അധികാരം അവർക്ക് കൂടുതലാണ്. താഴേക്ക് വരുംതോറും കോടതികളുടെ എണ്ണം കൂടുകയാണ്, പക്ഷെ അധികാരം എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് ഇതാ സുപ്രീം കോടതി അല്ലേ. നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാനമായിട്ടും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായിട്ടും നിലകൊള്ളുന്നു. ഒന്നുകൂടി പറയാം, ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരമാർക്ക പാർലമെന്റിനാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി വെച്ചാൽ 65 വയസ്സാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതുമാർക്ക രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായിട്ടും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായിട്ടും നിലകൊള്ളുന്നുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ കുറച്ച് അധികാരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. എക്സാമിന് വരാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് എവിടെയുള്ളത്? ഉത്ഭവാധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഇത് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ തർക്കങ്ങൾ എന്ന് പറയുന്നത്.
ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏത് കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ ആർക്ക് സ്വീകരിക്കാം? സുപ്രീം കോടതിക്ക് സ്വീകരിക്കാം. ഇനി ഉപദേശാധികാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാൻ ആര് ബാധ്യസ്ഥരാണ്? സുപ്രീം കോടതി ഭരണഘടനാപരമായിട്ട് ബാധ്യതയുണ്ട്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. ഇനി റിട്ട് അധികാരം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സമയത്ത് അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ടെന്ന കാര്യം ഓർത്തുവെക്കുക. ഇനി പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായിട്ട് നിൽക്കുന്നതിന്റെ അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒന്നുകൂടി ഉണ്ട്, ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമങ്ങളുടെയോ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയോ ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഇത് പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്.